ഹായ് ഓൾ വെൽക്കം ടു ഷാസ് വേൾഡ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ചിക്കൻ്റെ സ്നാക്കായിട്ട് നമ്മളിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ ഏകദേശം 250 ഗ്രാം എല്ലില്ലാത്ത ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ചധികം മല്ലിയില, ഒരു സവോള, ഒരു വെളുത്തുള്ളി, അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു പച്ചമുളക് കൂടെ എടുത്തിട്ടുണ്ട്. പച്ചമുളക് ഒരെണ്ണം ഞാൻ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നില്ല, ഇതിൻ്റെ പകുതി ഇട്ട് കൊടുക്കുന്നുള്ളൂ. കുട്ടികളൊക്കെ കഴിക്കുന്നത് കൊണ്ടാണ്. നിങ്ങൾക്ക് എരിവ് കൂടുതൽ ഇഷ്ടമുണ്ടെങ്കിൽ ഒരെണ്ണം മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഡാർക്ക് സോയാ സോസും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. സോയാ സോസിൽ ഉപ്പുണ്ടാവും, എന്നാലും കുറച്ചും കൂടെ ഉപ്പ് വേണ്ടി വരും. ഇനി ഇതെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് അരച്ചെടുക്കണം. മിക്സിയിലോ അതല്ലാന്നുണ്ടെങ്കിൽ ഫുഡ് പ്രോസസ്സോ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഫുഡ് പ്രോസസ്സറിലിട്ടാണ് അരച്ചെടുക്കുന്നത്. ഒട്ടും വെള്ളം ചേർക്കാതെ വേണം നമ്മളിത് അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഞാനിപ്പോൾ നല്ലപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഞാനിവിടെ ഒരു സ്പ്രിംഗ് റോളിൻ്റെ ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു ഷീറ്റിൽ ഇതൊന്ന് ഫില്ല് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിനകത്തേക്ക് ഒരു അര ടേബിൾ സ്പൂണൊക്കെ എടുത്തിട്ടുള്ളൂ. അതൊന്ന് സെൻട്രലായിട്ട് വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ സൈഡിലൊക്കെ നമുക്ക് ഞാനിപ്പോൾ കുറച്ച് മൈദപ്പൊടി വെള്ളത്തിൽ നല്ലപോലെ കലക്കിയിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് ഇതിൻ്റെ സൈഡിലൊക്കെ തേച്ച് കൊടുക്കുക. ഈ ഒരു സൈഡിൽ മാത്രം ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കണം. ഇനി ഇതെങ്ങനെ മടക്കി എടുക്കുന്നത് കാണിച്ചു തരാം. ഇതിൻ്റെ ഈ ഒരു കോർണറിൽ നിന്ന് നമ്മളൊന്ന് മടക്കി കൊടുക്കണം. ഇതുപോലെ ഇങ്ങനെ ഹാഫായിട്ടൊന്ന് മടക്കി കൊടുക്കാം. എന്നിട്ട് ഈ ഒരു മാവ് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മൾ ആ ഫില്ലിങ് വെച്ചിട്ടുള്ള ആ ഒരു സൈഡ് ഉണ്ടല്ലോ, ഈ ഒരു സൈഡിൽ ഇങ്ങനെ ഒരു വിരൽ വെച്ച് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ രണ്ട് സൈഡും കൂടെ നമുക്കൊന്ന് ഇവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഞാൻ അവിടെയും കൂടെ കുറച്ച് മൈദ ആ ഒരു മിക്സ് മൈദ വെള്ളം കൂടെ മിക്സ് ചെയ്തിട്ടുള്ളത് ഒന്ന് തേച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും, ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എണ്ണ നല്ല പോലെ ചൂടായതിനു ശേഷം മാത്രം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. പിന്നെ ഇപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതാണെങ്കിൽ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യും കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമുക്ക് കമൻറ്റ് ബോക്സിലൊന്ന് എഴുതി അറിയിക്കുകയും കൂടി ചെയ്യാം. ഒരു സൈഡൊക്കെ ഒന്ന് കുക്കായി വരുന്ന സമയത്ത് ഞാൻ പതുക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണ്. അത് പുറമൊക്കെ നല്ല ക്രിസ്പിയാണ്. ഉള്ളിൽ നമ്മൾ ഫില്ല് ചെയ്തിട്ടുള്ള ആ ചിക്കനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഒന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. പിന്നെ ഇത് ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, നമ്മളിതിലേക്ക് ഇടുമ്പോൾ എണ്ണ നല്ല പോലെ ചൂടായതിനു ശേഷം മാത്രമേ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ ഇത് എണ്ണ കുടിച്ച പോലെ ഉണ്ടാവും. നമ്മൾ സാധാരണ സമൂസൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന പോലെ തന്നെ. ഇപ്പോൾ നമ്മൾ ഇട്ടിട്ടുള്ളത് ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി ക്രിസ്പിയായി വന്നിട്ടുണ്ട്. ഓയിലിൽ നിന്ന് മാറ്റാം. ഇത് നമുക്കിതുപോലെ ബാക്കിയുള്ളതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് എഴുതി അറിയിക്കുക. അപ്പോൾ നമുക്കിനി ഇതുപോലെ അടുത്ത നല്ല റെസിപ്പിയൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.